ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായും 40 വയസ്സിന് മുകളിലുള്ളവർക്കും തടി കൂടുതലുള്ളവരിലും പ്രായമായവരിലുമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് കൂടുതലായും കാണപ്പെടുന്നത്. ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവ് മൂലമോ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞത് കാരണമാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അമിതമായി കൊഴുപ്പുള്ളവരിലും കുടവയറുള്ളവരിലും അഡിപ്പോസൈറ്റ്സ് എന്ന ടിഷ്യൂവിൽ നിന്നും ഫ്രീ ഫാറ്റി ആസിഡ്സും അഡിപ്പോകൈൻസും ഉണ്ടാക്കപ്പെടുന്നു. ഫ്രീ ഫാറ്റി ആസിഡ്സ് ശരീരത്തിലെ ഗ്ലൂക്കോസുമായി കോമ്പീറ്റ് ചെയ്ത് ഇൻസുലിനുമായി ഓക്സിഡേഷൻ എന്ന പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. തുടർന്ന് ഗ്ലൂക്കോസുമായി റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ്റെ അളവ് കുറയുന്നു. അതുവഴി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കപ്പെടുന്നു. മറ്റൊരു തരത്തിൽ അഡിപ്പോകൈൻസ് എന്ന സെൽസ് സൈറ്റോകൈൻസ് എന്ന സെൽസിനോട് സിമിലാരിറ്റി കാണിക്കുകയും ഇത് ഇൻസുലിൻ എന്ന റിസപ്റ്ററിനോട് പോയി ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കുകയും ഇൻസുലിൻ മീഡിയേറ്റഡ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ഓഫ് ദ സെൽസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്നത് കാരണവും ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണവും ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല അറിവുകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക.